ആസിഫിക്കയോട് മാത്രം ചോദിക്കാൻ പറ്റാവുന്ന ഒരു ചോദ്യമാണ്. ഞാൻ ഏറ്റവും അധികം അഭിമുഖം എടുത്തിട്ടുള്ള ഒരു സ്റ്റാർ ആസിഫിക്കയാണ്. അന്ന റെജി ഘോഷ് എന്ന നടി ഈ സമീപകാലത്ത് ഒരു ഇൻ്റർവ്യൂ കൊടുക്കുകയും അപ്പോൾ അതിൽ അവതാരക ഒരു പെൺകുട്ടിയാണ്. അവർ ചോദിക്കുന്നത് കാസ്റ്റിംഗ് കൗച്ച് നേരിട്ടിട്ടുണ്ടോ എന്നുള്ളതാണ്. അത് ഏറ്റവും വികലമായ ഭാഷയിലാണ് അത് ചോദിക്കുന്നത്. നീ തീർന്നടാ, നീ തീർന്നു, ഇത്ര അഹങ്കാരം പാടില്ലടാ, നീ തീർന്നടാ. ഇതിനൊരു ക്വാളിറ്റി ഡിപ്ലീഷൻ ഉള്ള പോലെ ഇതൊരു തരത്തിൽ ഷോർട്ട് കട്ടും കൂടിയാണ് ആസിഫ്ക. അതായത് പെട്ടെന്ന് ക്ലിക്ക് കിട്ടും, പെട്ടെന്ന് വ്യൂ കിട്ടും. ഞാൻ ഉപദേശിക്കുന്നു കരുതരുത്, മുതലാളി ഒരു ചെത്തി. കൈവിട്ട ആയുധം, വാവിട്ട വാക്ക്, രണ്ടും തിരിച്ചെടുക്കാനാവില്ല. ഓർക്കണം, ഓർത്താൽ നന്ന്. അത് നമ്മുടെ മൊത്തത്തിലുള്ള സംസ്കാരത്തെ തന്നെ ബാധിക്കും, മാധ്യമ സംസ്കാരത്തെ. സ്വാതന്ത്ര്യം വായ പൊളിച്ച് കണ്ണു തുറച്ച് വസ്ത്രബന്ധമില്ലാതെ കിടക്കുന്ന ജഡമെടുത്ത് ന്യൂസ് ഡെസ്കിൽ മലർത്തി വെക്കാൻ അറപ്പില്ലാത്ത പത്ര സ്വാതന്ത്ര്യം. പക്ഷെ നമ്മൾ ചെയ്യുന്ന കാര്യം പാഷനേറ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നത് വളരെ കുറച്ച് പേർക്കാണ്. ഇപ്പം നമുക്ക് തന്നെ പല സമയത്ത് നമ്മൾ പലർക്കും ഇൻ്റർവ്യൂ തരില്ല എന്ന് പറയും. പക്ഷേ ഇതിൻ്റെ അതൊരു ഓൺലൈൻ ഭീഷണി വരെ നമ്മൾ, അതായത് ഞങ്ങളുടെ പേജിന് ഇൻ്റർവ്യൂ തന്നില്ലെങ്കിൽ റിലീസ് കഴിഞ്ഞാൽ അറിയാലോ എന്നുള്ളൊരു ഭീഷണി വരെ ഇൻഡയറക്ട്ലി ഓർ ഡയറക്ട്ലി നമ്മൾ ഫേസ് ചെയ്യാറുണ്ട്. ഒന്ന് സൗജന്യമായിട്ട് വേണമെന്നില്ല സക്കീർ ഭായി. ഈ കൈ ഇങ്ങനെ എന്റെ കയ്യിലൊന്ന് വെച്ച് തന്നാ മതി, ഈ കൊച്ചിയിൽ ഇങ്ങനെ വെറുതെ ഇരുന്ന് തന്നാ മതി, യുൽ ഗെറ്റ് യുവർ പ്രൈസ്. അതിങ്ങനെ കോടികളായിട്ട് ഒഴുകി വന്നുകൊണ്ടേയിരിക്കും ടു യുവർ കോഫേഴ്സ്. പത്രത്തിനും ചാനലിനും മാത്രമല്ല, എനിക്കും നിനക്കും ഏതു പൗരനും ഈ കാണുന്ന ജനങ്ങൾക്കെല്ലാവർക്കുമുണ്ട് അവകാശം. റൈറ്റ് അഗൈൻസ്റ്റ് ഇൻഫ്രിഞ്ച്മെന്റ് ഓഫ് ഇൻഡിവിജ്വൽ പ്രൈവസി. അവനവന്റെ സ്വകാര്യത കാത്തുരക്ഷിക്കാൻ അവകാശം, ഫണ്ടമെന്റൽ റൈറ്റ്. അപ്പോൾ അത് അങ്ങനെയൊക്കെ വരുമ്പോഴാണ് ഇതിൻ്റെ ഒരു ഹെൽപ്ലെസ്നെസ് പുറത്തേക്ക് വരുന്നത്. ഇപ്പം ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കാവുന്ന സഭ്യമായ രീതിയുണ്ട്. ഇത് കേൾക്കുന്ന ആൾക്കാർ അല്ലെ, നമ്മൾ പറയുന്നവരും ചോദിക്കുന്നവരും മാത്രമല്ല ഇൻ്റർവ്യൂ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ശരിക്കും പേടിയില്ലേ ഉണ്ണിക്ക്? എന്തിന്? ഇയാളെ കുറിച്ചൊക്കെ എഴുതുമ്പോ ആരെ കുറിച്ച് എന്ത് വേണമെങ്കിലും എഴുതാം നമുക്ക്. രോമത്തെ പോലും ചൊറിയാൻ വരില്ല ഒരു പുല്ലനും. എന്നെ പോലുള്ള നീചന്മാരോട് പൊരുതി നിൽക്കാൻ പറ്റില്ല സക്കീർ ഭായി. നിങ്ങൾക്ക് എന്താ പറ്റുമോ? കൂട്ടിക്കൊടുക്കാം, കുതികാലി വെട്ടാം, എന്തും. ഈ സൂര്യന് ചുവട്ടില് എന്ത് നെറുകേടിനുമാവും ബലരാമന്. മോശമായ രീതിയിൽ ചോദിക്കാൻ പാടില്ല ഒരു ഇന്റർവ്യൂവർ, അതും ഇത്രയും ഫേമസ് ആയി നിൽക്കുന്ന ഒരാളോട് അങ്ങനെ ചോദിക്കാൻ പാടില്ല. അപ്പം ഞാനും ഉണ്ടായിരുന്നു ഇന്റർവ്യൂ, നമുക്ക് അറിയത്തില്ലായിരുന്നു ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമെന്ന് ഒരിക്കലും അറിയത്തില്ലായിരുന്നു. പത്രസ്വാതന്ത്ര്യം അവസാനിക്കുന്നത് ഇവിടെ, അത് ടിപ്പ് ഓഫ് ദി സിറ്റിസൺസ് നോസ്, പൗരാവകാശത്തിന്റെ മൂക്കിന്റെ തുമ്പത്ത്. അതിനപ്പുറത്തേക്ക് കടന്നു കയറുന്നത് എന്തും പത്രസ്വാതന്ത്ര്യമല്ല, അട്രോസിറ്റി. അവർ പറഞ്ഞത് ഞങ്ങൾ ചിലപ്പോൾ എന്തെങ്കിലും കണ്ടന്റ് ചോദിക്കുമെന്നല്ലാതെ നമ്മളോട് ഇന്നത് പറഞ്ഞില്ല. കാരണം നമുക്കത് പ്രതികരിക്കാതെ ഇറങ്ങി പോരാനും പറ്റത്തില്ല. അങ്ങനെ ഞങ്ങളത് പ്രതികരിച്ചു ഇറങ്ങിപ്പോകുന്നു. പിന്നെ അതൊരു വലിയ സംഭവമായിട്ട് എടുത്തില്ല, വിട്ടത് അവരുടെ വിവരമില്ലായ്മ അല്ല. അങ്ങനെ ഒരിക്കലും ഒരു പെൺകുട്ടിയോട് ഒരിക്കലും ചോദിക്കാൻ പാടില്ലാത്ത ചോദ്യമാണ് ചോദിച്ചത്. മോനെ ചങ്കര, മണ്ടൻ മരങ്ങോടാ, മാറ്റമില്ല, മാറാൻ ഉദ്ദേശമില്ല, പണ്ടത്തെ പോലെ തന്നെ. അങ്ങനെയൊന്നും ഒരിക്കലും അവരോട് ചോദിക്കരുത്. കാരണം എല്ലാ മേഖലയിലും മോശം നല്ലതെല്ലാം ഉണ്ട്. ആരും മോശം ചെയ്തിട്ടില്ലല്ലോ സിനിമയിൽ വരുന്നത്, അല്ലെ ഒരു ജോലിക്ക് പോകുന്നത്. എല്ലാവർക്കും അവരുടെ ടാലന്റ് ഉണ്ട്. നീ മേലിൽ ഒരൊറ്റ അക്ഷരം തന്റെ ഈ ടോയ്ലറ്റ് പേപ്പറിന്റെ പോലും വിശുദ്ധിയില്ലാത്ത സാനിറ്ററി നാപ്കിനിൽ അച്ചടിച്ചു പോയാൽ പിന്നെ മണ്ണെ മാമച്ച, മട്ടണും പോർക്കും പ്രോൺസും കെൻഡക്കി ചിക്കനും തിന്ന് മതം മുറ്റി നിൽക്കുന്ന ഒരുപാട് പെണ്ണുകളുണ്ടല്ലോ സ്വന്തം തറവാട്ടില്. വലിച്ചിഴച്ച് പെരുവിളിയിൽ ഇറക്കി നിർത്തി മാനത്തിന് വില പറയും. വെച്ചുപാണിപത്തിന് നിരത്തും സക്കീർ അലി ഹുസൈൻ. അന്നേ അറിയൂ താൻ അഭിമാനം പൊള്ളിപ്പോകുന്നവന്റെ നൊമ്പരം. ആരെയും ഏത് സെൻസിലും ബുളി ചെയ്യാമെന്നും ബെലിറ്റിൽ ചെയ്യാമെന്നുമുള്ള നിങ്ങളുടെ ധാർഷ്ട്യമുണ്ടല്ലോ, അർഹിക്കാത്തത് വീണ്ടും കിട്ടിയ അല്പന്റെ ധാർഷ്ട്യം. പ്ലീസ് ഡോണ്ട് ടേക്ക് ഇറ്റ് ഔട്ട് ഓൺ ദി റോങ് പേഴ്സൺ. കളി എന്നോടും വേണ്ട സർ. നോ, വൈ? ബിക്കോസ് ഐ ഹാവ് an extra bond. As you said, ഒരെല്ല് കൂടുതലാണ് എനിക്ക്. And don't you ever learn to forget that.